ദീനിലില്ലാത്ത ആഘോഷങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ആവേശമുണ്ടല്ലോ, അങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. അറിയാത്തത് കൊണ്ടാണ്. ഉറൂസിന് കാണിക്കുന്ന ആവേശം പള്ളിയിലെ ജമാഅത്തിന് കാണിക്കുന്നില്ല മുസ്ലിങ്ങളെ. ഇല്ല പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നടത്തുന്ന ഒരുക്കമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടത്താറില്ല. ഖബറുമായി ബന്ധപ്പെട്ട്, ജാറവുമായി ബന്ധപ്പെട്ട് ഉറൂസിന് വേണ്ടി ഒരുങ്ങുമ്പോ, തോരണങ്ങൾ തൂക്കാൻ ഒരുങ്ങുമ്പോ, അതിന്റെ ആഘോഷത്തിന്റെ തിമിർപ്പുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ, ലോകം കണ്ട ഏറ്റവും വലിയ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നെന്ന് പോലും, വഫാത്താകുന്നെന്ന് പോലും യുവാക്കളെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയുന്നത്, എന്റെ ഖബറിനെ ഒരിക്കലും നീ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി വിട്ടുകൊടുക്കരുത് റബ്ബേ. അവസാനിപ്പിച്ചില്ല. രണ്ടാമത്തെ പ്രാർത്ഥന കൂടി കേട്ടോളൂ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, ലാ തജ്അൽ ഖബരി ഈദാ. പടച്ചവനെ, എന്റെ ഖബർ ഒരു ഉത്സവപ്പറമ്പാക്കി വിട്ടുകൊടുക്കരുത് പടച്ചോനെ. റബ്ബേ, എന്റെ ഖബറിനെ നീ ഒരു ഉത്സവപ്പറമ്പാക്കി, ഒരു ഉറൂസിന്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊടുക്കരുത് റബ്ബേ എന്ന് ലോകത്തുനിന്ന് വഫാത്താകുന്നെന്ന് പോലും മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാട്ടിലെ പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു നോക്കൂ നിങ്ങൾ. വഫാത്താകുന്നെന്ന് പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായത് എന്ന് ശരിയാണോ എന്ന് അന്വേഷിച്ചു നോക്കൂ. ഹദീസിൽ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് യുവാക്കളെ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്? എന്നിട്ടാ നമ്മൾ ഉറൂസിന് ഒരുങ്ങുന്നത്, എന്നിട്ടാ നമ്മൾ ആ ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട് നടത്തിയ നേർച്ചയിൽ ആനക്ക് മതമിളകി മനുഷ്യനെ കുത്തിക്കൊന്നിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്?